Hello guys. Welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു ഡേ മൈൻ ലൈഫാണ് കേട്ടോ. ഡേ മൈൻ ലൈഫ് എന്ന് പറയാൻ കംപ്ലീറ്റ് ഒന്നും ഇല്ല, ചെറിയ കുറച്ചൊക്കെ ഉള്ളൂ. ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ എന്താണ്. പിന്നെ പുതിയ ഫോൺ കിട്ടിയതിൻ്റെ ചെറിയൊരു പ്രഹസനം കൂടി ഇതിലുണ്ട്. കാരണം അത്യാവശ്യം ക്ലിയർ ഉണ്ടായിരുന്നു. ഇതിന് മുന്നേക്ക് വീഡിയോ എടുത്തപ്പോൾ അത്ര ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ലച്ചുന് ഇന്നലെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അവളെ നമ്മളെ പഴയ വീഡിയോസ് കാണിച്ചു കൊടുത്തപ്പോൾ ലച്ചുന് കുഞ്ഞായപ്പോൾ ഉള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ ലച്ചുന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവൾക്കും എടുക്കാമെന്നുള്ളൊരു ഇൻട്രസ്റ്റായി. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു അറബിക് ഫുഡാണ് കേട്ടോ. അറബിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേക്കറി ഫുഡാണ്. നമുക്ക് സാൻഡ്വിച്ചൊക്കെ പോലെ, പക്ഷേങ്കിൽ ഇതിനുള്ളിൽ ഉള്ളത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ചിലതിൻ്റെ ഉള്ളിൽ ഫ്രഷ് ക്രീം നിറച്ചിട്ടുണ്ട്, ചിലതിനുള്ളിൽ ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, പിന്നെ ചിലതിനുള്ളിൽ ലീഫ് അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുള്ള ഫീലിങ്സ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഉപ്പോ എരിവോ അങ്ങനത്തെ യാതൊരു ടേസ്റ്റും ഇല്ല. ചെറിയൊരു പുളി ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം. കാരണം അത്യാവശ്യം നല്ല എള്ളൊക്കെ വെച്ചുണ്ടാക്കിയതുകൊണ്ട് കഴിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിന്നുള്ള സൗദിയിൽ നിന്നായിട്ട് കൊണ്ടു തന്നെ കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതും സമൂസ, ഇതും അറബികളതായിട്ടുള്ള ഒരു സമൂസയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല, കാരണം ഉള്ളിൽ ചീസ് അങ്ങനത്തെ ഒക്കെയാണുള്ളത്. പ്രത്യേകിച്ച് ഉപ്പോ എരിവും അങ്ങനത്തെ ഒന്നും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇതൊക്കെ എൻ്റെ കാർട്ടൂൺ കാണാണ്. 5 ആളുന്ന പണിയെടുക്കുന്നത്. അന്നേരം ഞാൻ കാർട്ടൂൺ കണ്ടേ പോയിരിക്കുന്നതാണ്. ഈ കാർട്ടൂൺ കണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇരിക്കുന്നത്. പഠിക്കലൊന്നുമില്ല, കുറച്ച് നേരമാണ് പഠിക്കൽ. എന്നാലും ഞാൻ പഠിക്കുമ്പോൾ പറഞ്ഞു, അമ്മേ എനിക്ക് പഠിക്കണ്ട, ഞാൻ ഒരു ദിവസം പഠിച്ചിട്ട് അവിടെ വെച്ചോട്ടെ, തീർത്തോട്ടെ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എഴുതും അല്ലേ? നമ്മൾ കുറച്ച് നേരം എഴുതും, അത് പഠിക്കും. ബൈ. മാഡം നോ, ബാക്കിലിരിക്കും. പിന്നെ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ലച്ചു എടുത്ത വീഡിയോ കേട്ടോ. ലച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സംസാരിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വ്ളോഗ് പോലെ പറയാനോ അതൊക്കെ ഭയങ്കര, പൊതുവേ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ടേബിളാണ് കേട്ടോ. എന്തായാലും ടേബിൾ നിങ്ങൾ കണ്ടു. അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ ടേബിൾ നിറച്ചും വെച്ചിരിക്കുന്നത്. നമുക്ക് അത്ര സ്പേസ് കുറവല്ലേ വെക്കാനായിട്ട്. അപ്പോൾ ഉള്ള സ്പേസിൽ നമ്മളിങ്ങനെ ടേബിൾ തന്നെ കേട്ടോ അത്യാവശ്യമുള്ളതൊക്കെ വെക്കുന്നത്. പിന്നെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ജാക്കറ്റൊക്കെ നമ്മൾ പുറത്ത് തന്നെ തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, അടുത്ത പണിയിലേക്ക് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അലക്കാനുള്ളത് മെഷീനിലോട്ട് ഇട്ടു. അതിനുശേഷം ഞാൻ ഞാനും കൂടെ ലച്ചുനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പഠിപ്പൊന്നുമല്ല കേട്ടോ. ABCD ഒക്കെ പറഞ്ഞു കൊടുക്കും, കാരണം റൂമിൽ തന്നെ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ അവൾ പ്ലേ സ്കൂളിൽ പോകാറില്ല, അപ്പോൾ വീട്ടിൽ നിന്നാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ABCD ഒക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പഠിച്ചതായിരുന്നു, പിന്നെ നാട്ടിൽ പോയ സമയത്ത് ഇതൊക്കെ മറന്നു. അപ്പോൾ പിന്നെ ആദ്യം മുതൽ ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ തീരെ ഒക്കത്തില്ല ഗൈസ്. കാരണം ലച്ചിന് അറിയാം, പക്ഷേ അവൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്തേലും പറയും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം നമ്മൾ തമ്മിൽ തെറ്റും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു പണിയെന്ന് പറഞ്ഞാൽ ലച്ചു പഠിക്കുന്ന സമയത്ത് ഞാൻ പുതിയതായിട്ട് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈൻ ബൊട്ടിക്ക് പോലെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവൾ പഠിക്കുന്ന സമയത്ത് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. അത് എഴുതി കഴിഞ്ഞാൽ ഒരു ഒന്നുകൂടി കിട്ടും, കാണിച്ചതായിട്ട്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ എഴുതിക്കോ. ഞാൻ അവൾ മാറുന്ന തക്കുന്നൊക്കെ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വീഡിയോ ഓൺ ചെയ്തിട്ട്. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൺലൈനായിട്ടൊരു ബൊട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, ഡ്രീം സ്റ്റോർ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അതിൽ ഞാൻ ഡെയിലി കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഓർഡേഴ്സ് വരും. അതുപോലെ തന്നെ ഞാൻ വാട്സപ്പിലും അപ്ലോഡ് സ്റ്റാറ്റസ് അതുപോലെ ഗ്രൂപ്പ് അങ്ങനെ
അതിലും അപ്ലോഡ് ചെയ്യാണ്ട് നമുക്ക് അതിൽ കൂടെ വരുന്ന ഓർഡേഴ്സ് എടുക്കുക, ഡെയിലി കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന ഓർഡേഴ്സ് എടുക്കുക. എന്താ ഡെലിവറി നമ്മളെ വീട്ടിലേക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ പേ, ഫോൺ പേ അത് മാത്രമാണ് കേട്ടോ ഉള്ളൂ. പിന്നെ റീസെല്ലിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും റീസെൽ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഡ്രീം സ്റ്റോർ അല്ലെങ്കിൽ അഞ്ജലി ലിച്ചു ശരത്തിനുള്ള അക്കൗണ്ടിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അതിലേക്ക് പറഞ്ഞുതരും കേട്ടോ. അപ്പം ആർക്കെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലച്ചിൻ്റെ രാവിലത്തെ ഫുഡാണ് കേട്ടോ. രാവിലെ അവൾക്ക് ദോശ അങ്ങനത്തെ നമ്മളെ മോർണിംഗ് ഫുഡൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറുക്കാണ് കേട്ടോ ഡെയിലി ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഒന്നും കഴിക്കാണ്ടിരിക്കുന്നതിന് നല്ലത് എന്തെങ്കിലും കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് രാവിലെ കുറുക്കിനെ കൊടുക്കുന്നത്. ഇപ്പോൾ ലച്ചിന് 4 വയസ്സായി, പക്ഷേ ഇപ്പോഴും കുറുക്കിനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിന് നടുക്ക് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അവൾ കുടിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് കൊടുക്കുന്നത് റാഗിയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡെയിലി എന്തെങ്കിലും മാറ്റി കുറുക്കുണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് രാവിലെ. അതിന് ശേഷം കഞ്ഞി കൊടുക്കും കേട്ടോ. കഞ്ഞി മസ്റ്റാണ്. കഞ്ഞിയും ഈ കുറുക്കും ആൾക്ക് മസ്റ്റാണ്. അല്ലെങ്കിൽ അവൾ ഫുള്ള് വീക്കായി പോയിട്ട് ഒരു ക്ഷീണം പിടിച്ച പോലെ ആവും. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കൊടുക്കുന്നതിന് ഒരുപാട് ആൾക്കാർക്ക് എന്നെ കമൻറ്റ് ഇടുക എന്നാൽ എന്നോട് പറയാറുണ്ട് ഇപ്പോഴും ഇതെന്നെ കൊടുക്കുന്നു. നമ്മളെ മക്കൾക്ക് എന്താണോ ആവശ്യം അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു ഏത് കൊടുക്കുന്നു അത് നോക്കി നമ്മൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പം നമ്മൾ മക്കൾക്ക് എന്ത് വേണോ അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ തുണി അലക്കി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ മേലെ അതൊക്കെ ഉണക്കാനിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ റൂമും വീടും ടെറസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി എന്തായാലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് മേലെ ഞാൻ ഉണക്കാനിടുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും ഒരു കളിക്കണ്ടേന്ന് വെച്ചിട്ട് അവൾ ടോയ്സ് കൊടുത്താണ് കേട്ടോ ഇപ്പോൾ മേലേക്ക് വരാറ്. ആദ്യമൊക്കെയാണ് എന്നോട് സംസാരിച്ചിരിക്കും. ഇപ്പോൾ അതല്ല, ഇപ്പോൾ മേലെ നിന്ന് എന്തെങ്കിലും അവൾ കളിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെയർ കേസ്. നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെയർ കേസാണ്. അപ്പോൾ ഈ കാണുന്ന ഡോറ് മേലെ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിനും മേലേക്ക് നമ്മൾ പോകണം. അപ്പം ലൈറ്റ് ഫസ്റ്റ് കയറിക്കൊണ്ടിരിക്കേണ്ട ഇത് ഷോപ്പിലേക്കുള്ള ഡോറാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളെ വീടിന് ചുറ്റും വീടുകൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. കംപ്ലീറ്റ് വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഇവിടെ കുറേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് കുറച്ച് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കൃഷി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്ത് വിത്തിട്ടാലും മേലെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് കേട്ടോ. അതെല്ലാം കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയോ അതിൽ നിന്ന് കുറച്ച് ഇതൊക്കെ കംപ്ലീറ്റ് വീടാണ് കേട്ടോ. എങ്ങനെയോ കുറച്ച് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലാണ് കേട്ടോ ഞങ്ങൾ ആരയിടുന്നത്. അതും ഈ വെച്ചിരിക്കുന്ന ഹാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഹാങ്കേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ലോക്ക് ചെയ്തിടുന്ന ഓരോ ഡ്രസ്സും അതിലിട്ടതിന് ശേഷം അത് വെച്ച് ലോക്ക് ചെയ്തിടും. കാരണം അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് നമ്മൾ എടുക്കാൻ വരുമ്പോഴേക്കും നിലത്താണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൃഷി. ഞാനിട്ട കുറച്ച് പംകിന്, പിന്നെ ലച്ചിന് മെയിൻ ആവശ്യമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ പനിക്കുറുക്ക. അതുകൊണ്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വാങ്ങിക്കുന്ന മുളകിനെ ഇട്ടപ്പോൾ അങ്ങനെ പൊടിച്ചു വന്ന മുളകാണ് കേട്ടോ. പിന്നെ കറിവേപ്പില, ഇതൊക്കെ എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ, എന്തോ പറ്റിയിട്ടുണ്ട്. കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ 2-3 മാസമായിട്ടും അതിനൊരു അനക്കമില്ല ഗൈസ്. ഇതിങ്ങനെ തന്നെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. ഞാൻ ഈ ഒരു ചട്ടിയിലിട്ട വിത്തൊക്കെ പക്ഷികൾ കഴിച്ചിട്ടാ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൽ പൊടിക്കുന്നൊന്നും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ അതിൽ നിന്ന് മണ്ണൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ അത് ചില്ലിയിട്ടതായിരിക്കണം. പിന്നെ എൻ്റെ ഈ ഒരു പംകിനിൽ കുറേ പൂ വരുന്നുണ്ട് കേട്ടോ. അത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പംകിൻ്റെ ഒരു ഇതും കാണുന്നുണ്ട് കേട്ടോ. അത് വലുതാവെങ്കിൽ വലുതാവട്ടെ.
അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പുറത്തത്തെ ഒരു കാഴ്ചയാണ് ഈ ഒരു രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ റോഡൊക്കെ കംപ്ലീറ്റ് ഒഴിഞ്ഞ പോലെയാണ് കേട്ടോ. ഒന്നും ഉണ്ടായില്ല എന്നല്ല, ഉച്ചക്ക് സ്കൂളിൽ വിടുന്ന ആ ടൈം ആകുമ്പോൾ റോഡ് നല്ല തിരക്കാവും. അതുവരെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ മുമ്പിലത്തെ റോഡിലുള്ളത്. രാത്രിയിലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലൊക്കെ അത്യാവശ്യം നല്ലോണം വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ലച്ചു ഓടിക്കളിക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഫുഡ് ഇന്ന് ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്ത് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചു. അപ്പോൾ സമയമുണ്ട്, നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ വരുമ്പോഴേക്ക് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ ലച്ചും ബാക്കിലിരുന്നിട്ടാണുള്ളത്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. വൈകുന്നേരമാണ് കേട്ടോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ ടൗണിലാണ്. ഇസ ടൗണിൽ നെസ്റ്റോയിലേക്കാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു നെസ്റ്റോയിലേക്ക് പോയത്. അപ്പം ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീടാണ്. എനിക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നെസ്റ്റോയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതും കൂടി കുറച്ച് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വെച്ചു. അങ്ങനെ ജസ്റ്റ് ലച്ചുൻ്റെ വീഡിയോസ് മാത്രം എടുത്തു. അതിൽ വേറെ സാധനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തില്ല കേട്ടോ. സാധനം വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ബില്ലടിക്കുന്ന സമയത്ത് ലച്ചുൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ബില്ലടിക്കുന്ന സ്ഥലത്ത് കുറേ ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ടാകും. അതിലെന്തെങ്കിലും എടുത്തിട്ട് അവൾ ബില്ലടിക്കാൻ കൊടുക്കും. അപ്പോൾ ഞാനത് തടഞ്ഞു വെക്കാൻ കേട്ടോ. കാരണം അത് കൊള്ളൂല. അവളെടുക്കുന്ന ചോക്ലേറ്റും എന്തൊക്കെ വെച്ചാൽ പുളിയുള്ള എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അത് കൊള്ളാത്ത എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ച് അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കേറി അവൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയി, നല്ല സന്ധ്യ എന്നല്ല, ഒരു 5 മണിയൊക്കെ ആവാനായിട്ടാണ് കേട്ടുള്ളൂ. പക്ഷേങ്കിൽ കംപ്ലീറ്റ് ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിയായിരിക്കും. ഇത് നിങ്ങൾക്കൊക്കെ നല്ല സുപരിചിതമായിരിക്കുന്ന സ്ഥലമായിരിക്കും. കാരണം ഞങ്ങൾ നടക്കാൻ പോകുന്നൊരു റോഡാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും മേലെ നടക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ബാക്കിലത്തെ ഒന്നും നമുക്ക് ലൈറ്റൊന്നും പ്രത്യേകിച്ച് ആൾക്കാരെയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ വീടാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് വീട് കാണാം, അത്രയേ ഉള്ളൂ കേട്ടോ. ആരും അങ്ങനെ മേളക്കയറി നിന്നിട്ട് നടക്കും. നമ്മളെ നാട്ടിലുള്ള അപ്പുറം ഇപ്പുറം വന്ന് നിന്ന് സംസാരിക്കാൻ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് കുറച്ചുകൂടി കംഫർട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ